ഇത്രയും കാലം ഉപ്പ എന്ന വ്യക്തിനെ നമുക്ക് അത്രയും ദേഷ്യമായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ അയാൾക്കൊരു ടിക്കറ്റ് എടുത്തു കൊടുക്കാൻ കാണിക്കുന്ന ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടോ? പാണ്ടിക്കാട് കുഞ്ഞാൻ സീൻ വിട്ടു, ഇത് വേറൊരു ട്രാക്കിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എത്ര പേര് കണ്ടു എന്നുള്ള അറിയില്ല. ഇപ്പോഴത്തെ ട്രാക്ക് എന്താണെന്നറിയോ? ഷാഫിക്കൊന്നും പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല, അവർ അത്രയും കഷ്ടപ്പാടിലാണ്. വെള്ളിയാഴ്ച പള്ളിക്ക് പോലും പോയിട്ടില്ല. അയാൾക്ക് സംസാരിക്കാൻ നല്ലോണം അറിയുന്ന ആളാണ്. അയാളിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്ക് തോന്നുന്നു, ദാറ്റ്സ് വാട്ട് ഐ പേഴ്സണലി ഫീൽ, അയാൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിക്ടിം കാർഡാണ്. ഈ ഒരു സംഗതിനെ കംപ്ലീറ്റ് റൂട്ട് മാറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ്. മിസ്റ്റർ ഷാഫി ഒരു കാര്യം പറയുക, ഏതായാലും നിങ്ങൾക്ക് വെള്ളിയാഴ്ച പള്ളിയിൽ പോകാൻ പറ്റണില്ല, നിങ്ങൾക്ക് ഒരു പരിപാടിയും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, അത്രയും ദുരിതത്തിലാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ ഏതായാലും നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ, നിങ്ങൾ ഏതായാലും നാസർ ഖാനോട് അവർ വീട്ടിൽ പോയി പറയുകയും ചെയ്തു ഞങ്ങൾക്ക് ഈ ഒരു വീട് വേണ്ട, രജിസ്ട്രേഷൻ വേണ്ട എന്നുള്ള കാര്യം പറഞ്ഞു. പരസ്യമായിട്ട് പ്രഖ്യാപിക്കും ഞാൻ ഈ വീടിൻ്റെ കാര്യങ്ങൾ തിരിച്ചു കൊടുക്കാൻ പോവാണ്, എനിക്ക് ഈ സംഗതി വേണ്ട, അല്ലെങ്കിൽ ഞാൻ ഈ വീടിന് വേണ്ടിയിട്ട് പുതിയൊരു നറുക്കെടുപ്പ് വെക്കാൻ പോകണം, ഈ വിറ്റ പൈസ ഞങ്ങൾ ഇങ്ങനെ പാവങ്ങൾക്ക് കൊടുക്കാൻ പോവാണ്, ചാരിറ്റി ചെയ്യാൻ പോകണം, വോട്ട് എവർ എന്ത് സംഭവമാണെന്നുണ്ടെങ്കിലും അതാണ് ചെയ്യേണ്ടത്. അത് നാസർ എന്ന വ്യക്തി എൻ്റെ സ്വന്തം ഉപ്പ തന്നെയാണ്, ആ ചോര തന്നെയാണ് എൻ്റെ ഞരമ്പിൽ ഓടുന്നത്. പക്ഷേ ആ ബന്ധം 25 വർഷങ്ങൾക്ക് മുമ്പ് മുറിച്ചിട്ട ബന്ധമാണ്. 25 വർഷങ്ങൾക്ക് മുമ്പ് അത് നിന്നുപോയൊരു കാര്യമാണ്. 25 വർഷത്തിന് ശേഷം ഈ നാസർ എന്ന് പറയുന്ന എൻ്റെ ഉപ്പ എന്ന് പറയുന്ന ഈ വ്യക്തി എൻ്റെ ഉമ്മയെ കല്യാണം കഴിച്ചു എന്ന് പറയുന്ന നാസർ എന്ന വ്യക്തിയുമായിട്ട് എനിക്ക് നേരിട്ട് യാതൊരു രീതിയിലുള്ള കോണ്ടാക്റ്റോ കാര്യങ്ങളോ എനിക്കില്ല. വളരെ സാമ്പത്തികമായിട്ട് ഞെരുക്കത്തിൽ കുടുങ്ങി സ്വന്തം വീടും സ്വന്തം കയ്യിലുള്ള അധ്വാനിച്ചുണ്ടാക്കിയ വീടും സ്ഥലവും പോകുന്ന രീതിയിൽ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് പിന്നെ ഞാൻ ആ വീഡിയോ കണ്ടിട്ടാണ് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുകയും എനിക്ക് കൂപ്പൺ വേണം, അതുപോലെ തന്നെ എൻ്റെ നാട്ടിലുള്ളവരെ കൊണ്ട് ഞാൻ മാക്സിമം കൂപ്പൺ എടുപ്പിക്കുക എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയും ചെയ്തത്. അത് ഒരു മനുഷ്യത്വം എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്തത്. വരൂ നമുക്ക് കുറച്ച് നന്മ മരങ്ങളെ പരിചയപ്പെടാം. ഷോ എവിടെ ആയിരുന്നു അവരൊക്കെ ഇത്രയും കാലം? നമ്മൾ ആരും അറിഞ്ഞില്ല, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എന്താ പറയുക, നന്മ എനിക്ക് തോന്നുന്നു ഇത്ര അധികം നന്മയുള്ള ആൾക്കാരെ കാണാൻ കിട്ടില്ല. 25 വർഷം മുന്നേ തൻ്റെ മാതാവിനെയും തന്നെയും, അതായത് 25 വർഷം മുന്നേ ഒരു വ്യക്തി സ്വന്തം ഭാര്യനെയും മക്കളെയും ഉപേക്ഷിച്ച് പോയി, അയാൾ ഒഴിവാക്കിപ്പോയി. ആ വ്യക്തിയുമായിട്ട് ഒരു ബന്ധവുമില്ല എനിക്ക്. സ്വാഭാവികമായിട്ട് 25 വർഷം ചെറിയ കുട്ടിയാവുന്ന സമയത്തായിരിക്കണം. ചെറിയ കുട്ടിയാവുന്ന സമയത്ത് ഉമ്മാനെ ഉപേക്ഷിച്ച് മക്കളെ ഉപേക്ഷിച്ച് പോയിട്ടുള്ള ഒരു വ്യക്തിയോട് എത്രത്തോളം വെറുപ്പ് സൂക്ഷിക്കുന്ന ഒരാൾ അല്ലേ? ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കഷ്ടപ്പെട്ട് കുടുംബം നോക്കി ബുദ്ധിമുട്ടി ജീവിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഒരു പരസ്യം കാണാനല്ല, പരസ്യം തന്നെ യൂട്യൂബർമാർ, അതായത് കേൽബ്രോ അതുപോലെ മറ്റുള്ള യൂട്യൂബേഴ്സിൻ്റെ ചാനലിലൂടെ ഒരു പരസ്യം കാണുകയാണ്. ഇയാൾ സാമ്പത്തികമായിട്ട് ഒരുപാട് കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് കാണുന്ന ആ മകൻ, അതായത് അതുവരെ ഉപ്പാനോട് അത്രയും വെറുപ്പ് സമ്പാദിച്ച് നിൽക്കുന്ന മകൻ, വെറുപ്പുള്ള മകൻ അപ്പം തീരുമാനിക്കുകയാണ് ഉപ്പാനെ, അതായത് ഈ വ്യക്തിനെ, ഉപ്പയായിട്ട് എപ്പോഴും അംഗീകരിച്ചിട്ടില്ല, സാമ്പത്തികമായിട്ട് ഇത്രയധികം ബുദ്ധിമുട്ട് നിൽക്കുന്ന ഇയാളെ എങ്ങനെയെങ്കിലും ഇനിയിപ്പോൾ സ്വന്തമായിട്ട് കുറേ ബുദ്ധിമുട്ടിയാലും ശരി, കഷ്ടപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിലും, അതായത് സ്വന്തമായിട്ട് വണ്ടി വാങ്ങിച്ചിട്ട് അതിന് അടവടക്കാനുള്ള കാശ് പോലും മാറ്റിവെച്ച്, ചിലവിനുള്ള പൈസകൾ പോലും കൂലിപ്പണിക്ക് പോയിട്ട് കിട്ടുന്ന പൈസകൾ പോലും മാറ്റിവെച്ചിട്ട് ആ വ്യക്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ടിക്കറ്റുകൾ എടുക്കണം. 1 അല്ല 2 അല്ല 3 അല്ല 4 ടിക്കറ്റുകൾ എടുക്കുന്നു. 4000 രൂപ ചിലവാക്കിയിട്ട് 13,000 രൂപ ചിലവാക്കിയിട്ടും ഫ്രണ്ട്സിനോട് പറഞ്ഞു അങ്ങനെ ടിക്കറ്റുകൾ എടുക്കുന്നു. സുഹൃത്തുക്കളോട് പറയുന്നു മാക്സിമം എല്ലാവരെ കൊണ്ടും ടിക്കറ്റ് എടുപ്പിക്കുന്നു. എന്തിനാണെന്നറിയോ? ചാരിറ്റി ചെയ്യാൻ വേണ്ടി മാത്രം, അതായത് ആളെ സഹായിക്കാൻ. അല്ലാണ്ട് അയാൾ ഉപ്പയാണെന്ന് വിചാരിച്ചിട്ടല്ല, അല്ലെങ്കിൽ നമുക്ക് വീട് അടിക്കണമെന്നോ സമ്മാനം അടിക്കണമെന്നുള്ള മോഹമായിട്ടില്ല. നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ചാരിറ്റി ചെയ്യുന്ന ആൾക്കാരാണ്. കുറേ ചാരിറ്റി ഞാൻ കണ്ടിട്ടുണ്ട്. പറയുന്നതിൽ എക്സ്ട്രീംലി ക്ഷമിക്കണം. കാരണം എന്താ പറയുക, ഒരുപാട് ചാരിറ്റി ചെയ്യുന്നവർ, ഒരുപാട് നന്മമരങ്ങളെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈയിടെ നറുക്കെടുപ്പ് ചാരിറ്റീൻ്റെ സമയം തോന്നുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ സംസാരിച്ചത് നാസിർ മക്കി, നമ്മൾ നാസിർ ഖാൻ കുഞ്ഞാൻ, പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ നാസിർ ഖാൻ്റെ മകനാണ്. അതായത് കുറച്ച് ദിവസം മുന്നേ 2-3 ഫേസ്ബുക്ക് പേജുകൾ, ഹൈദർ മാധുർ അതുപോലുള്ള പല ആൾക്കാരുടെ ഫേസ്ബുക്ക് പേജുകളിൽ അവർ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഈ നറുക്കെടുപ്പ് കിട്ടിയിട്ടുള്ള ഷാഫിയും പിന്നെ ഈ പറഞ്ഞ നാസിർ ഖാൻ്റെ മകനും ഭയങ്കര സുറ്റ സുഹൃത്തുക്കളാണ്. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്നുള്ള രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ പല ചാനലിലൂടെ പല ഫേസ്ബുക്ക് പേജുകളിലൂടെയും വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് ന്യായീകരണമായിട്ട് ഒരുപാട് ചർച്ചകൾ പോകുന്ന സമയത്ത് ഇതിന് ന്യായീകരണമായിട്ടാണ് ഇപ്പോൾ ഈ ചങ്ങാതി വന്നിട്ടുള്ളത്. ഈ നാസിർ ഖാൻ്റെ മകൻ ഒന്ന്, പ്ലസ് ഈ സാഫിൻ്റെ ചാനലിലൂടെ സാഫി
ഷാഫി എന്നുള്ള ഷാഫിയുടെ ചാനലിലൂടെ ഈ ഷാഫിയും വേറൊരു ചങ്ങാതിയും കൂടി വന്നിരുന്നിട്ട് അവർ രണ്ടുപേരും ഒരു ന്യായീകരണം നടത്തുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്. എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയത്തോടു കൂടി ഞാൻ ഈ ഒരു വീഡിയോ നിർത്തുകയാണ്. സത്യം പറഞ്ഞാൽ ഇയാളുടെ വീഡിയോൻ്റെ അവസാന ഭാഗം കണ്ട സമയത്ത് ഒരു പക്ഷേ അയാൾ പറയുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇയാളിപ്പോൾ ഇന്ന് ലൈഫിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരോ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരോ 1000 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത ആൾക്കാരോ അല്ല. അതിനുള്ള ഉത്തരവാദി ഈ ഒരു നറുക്കെടുപ്പ് സംഘടിപ്പിച്ചിട്ടുള്ള ആൾക്കാർ പ്ലസ് അതിൻ്റെ കൂട്ടത്തിലുള്ള പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ആ നറുക്കെടുപ്പ്. പാണ്ടിക്കാട് കുഞ്ഞാൻ ഞാൻ പറയണതില്ല, നമുക്കറിയില്ല സത്യാവസ്ഥ. കാരണം പുറത്ത് ഏകദേശം അത്യാവശ്യം കേട്ട് വരുന്നത് പാണ്ടിക്കാട് കുഞ്ഞാൻ കാശ് വാങ്ങിയിട്ടും ചെയ്തിട്ടുള്ളൊരു വ്ളോഗുമാണ്. അതിൻ്റെ കൂട്ടത്തിൽ എന്തൊക്കെ എവിടെയൊക്കെ തകരാറുകളുണ്ടെന്നുള്ളത് ഏതൊരു മനുഷ്യനും മനസ്സിലാവും. അപ്പോൾ ആ കൈയിട്ടെടുത്തിട്ടുള്ള ആ ഒരു സംഗതി കൊണ്ടാണ് ഈ ഒരു അവസ്ഥയിൽ വന്നിട്ടുള്ളതെന്നുള്ളത് മാന്യ സഹോദരൻ നിങ്ങൾ മനസ്സിലാക്കണം. അതോടുകൂടി ഞാൻ ഈ ഒരു വീഡിയോ നിർത്താൻ വിചാരിച്ചാണ്. പക്ഷേ 1-2 സംശയങ്ങൾ, മെയിൻ സംശയം ഇതാണ്. ഇയാളിപ്പോൾ പറഞ്ഞ പോലെ ഉപ്പാനോട് ഇത്ര അധികം ദേഷ്യമുള്ളൊരു വ്യക്തി, മെയിൻ ആരോപണം എന്താ? 1ാം സമ്മാനം അടിച്ചിട്ടുള്ള വ്യക്തിയുടെ സുഹൃത്താണ് ഈ നാസിറിൻ്റെ മകൻ. അപ്പോൾ എനിക്ക് യാതൊരുവിധ ബന്ധമില്ല, 25 വർഷമായിട്ട് ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞ് കഴിയുകയാണ്, 25 വർഷമായിട്ട് ഈ മനുഷ്യനായിട്ട് ഒരു ബന്ധമില്ല. ആകെ ഇയാൾ വന്നിരിക്കുന്നത് എൻ്റെ കല്യാണത്തിനാണ്. അവൻ പറയുന്നുണ്ട് കല്യാണത്തിനാവും വിളിച്ചിട്ടില്ല, അയാൾ വന്നിട്ട് കണ്ടിട്ട് പോയി. ഈ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഒരു വ്യക്തിനെയൊക്കെ സഹായിക്കാൻ മനസ്സ് വരുന്നൊരു മകൻ എന്ന് പറഞ്ഞാൽ ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ കേട്ടോ. അതായത് അച്ഛൻ ചവിട്ടി പുറത്താക്കുന്ന മകൻ കുറേ കാലങ്ങൾക്ക് ശേഷം അച്ഛൻ എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ ഏതാണ് ബന്ധുവാർ ശത്രുവാർ അങ്ങനെ പറയില്ലേ, ബന്ധുക്കൾ ശത്രുക്കൾ എന്നുള്ള സിനിമയിൽ കണ്ടിട്ടില്ലേ? വീട് ലേലത്തിന് പോകാൻ നിൽക്കുന്ന സമയത്ത് അവിടുന്ന് പെട്ടെന്ന് അവതരിക്കില്ലേ മുകേഷോ ആരൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇന്നസെൻ്റൊക്കെ വന്നിട്ട് ഇങ്ങനെ ജയറാം ആരൊക്കെ വന്നിട്ട് ലേലം വിളിച്ച് സഹായിക്കുന്നൊരു സംഭവം. അത് സിനിമകളിലെ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ നേരിട്ടും കൂടി കണ്ടോളൂ. ഈ ചങ്ങാതിരെ ഒരു വീഡിയോ ആണ്, കുറച്ച് പോർഷൻ മാത്രം ഒന്ന് കേൾക്കാം. ഈ നാസർ എന്ന് പറയുന്ന എൻ്റെ ഉപ്പ എന്ന് പറയുന്ന എൻ്റെ സിരകളിൽ ഓടുന്ന ചോര തന്നെയാണ് അദ്ദേഹത്തിന്റെ സിരകളിൽ ഓടുന്നത്. ശരിയാണ്, നിങ്ങളെല്ലാവരും ഈ പറഞ്ഞ ഫൈസൽ ചെറുപാടി പറഞ്ഞ കാര്യവും ശരി തന്നെയാണ്, സത്യം തന്നെയാണ്. പക്ഷേ 25 വർഷങ്ങൾക്ക് ശേഷം 26 വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ ഉപ്പയാണെന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ കാണുന്നത്, നല്ലോണം കാണുന്നത്, മുഖത്തോട് മുഖം കാണുന്നത് എൻ്റെ വിവാഹത്തിൻ്റെ അന്നാണ്. പലരും അന്ന് കണ്ടിട്ടുമുണ്ട്, എൻ്റെ നാട്ടിലുള്ള ആളുകളും പലരും അന്ന് കണ്ടിട്ടുമുണ്ട്. പലർക്കും ഇക്കാര്യങ്ങളൊക്കെ അറിയുന്നതുമാണ്. എൻ്റെ കുടുംബം നോക്കുന്നത് എൻ്റെ ഉമ്മയാണ്, ഞാനാണ്. എൻ്റെ കുടുംബത്തിലേക്ക് ഈ പറയുന്ന വ്യക്തി 1 രൂപ പോലും ഈ കഴിഞ്ഞ 25 വർഷങ്ങൾക്ക് ശേഷം ചെലവിന് തന്നിട്ടില്ല. പിന്നെ ഏത് രീതിയിലാണ് ഇദ്ദേഹം എൻ്റെ ഫാദർ ആവുന്നത്, എൻ്റെ ഉപ്പയാവുന്നത്? എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ് ഈ ചാനൽ വഴിയും അവിടെ എവിടെയും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും എന്നെയും എൻ്റെ കുടുംബത്തെയും മാനം കെടുത്തി, എങ്ങനെയെങ്കിലും മാനം കെടുത്തി. അതിനുശേഷം ഈ പറഞ്ഞ വ്യക്തിയെ ഞാൻ കാണുന്നത് KL ബിജു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ യൂട്യൂബ് ചാനലിലാണ്. പിന്നെ ഞാൻ ഈ മനുഷ്യനെ കാണുന്നത് വളരെ സാമ്പത്തികമായിട്ട് ഞെരുക്കത്തിൽ കുടുങ്ങി സ്വന്തം കയ്യിലുള്ള അധ്വാനിച്ചുണ്ടാക്കിയ വീടും സ്ഥലവും പോകുന്ന രീതിയിൽ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് പിന്നെ ഞാൻ ആ വീഡിയോ കണ്ടിട്ടാണ് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുകയും എനിക്ക് കൂപ്പൺ വേണം, അതുപോലെ തന്നെ എൻ്റെ നാട്ടിലുള്ളവരെ കൊണ്ട് ഞാൻ മാക്സിമം കൂപ്പൺ എടുപ്പിക്കുക എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയും ചെയ്തത്. അത് ഒരു മനുഷ്യത്വം എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്തത്. സമയത്ത് ഷാഫിയെ ഈ നറുക്കെടുത്തു എന്ന് പറഞ്ഞ് വിളിക്കും. വല്ലാത്തൊരു മനുഷ്യത്തായി പോയില്ലേ. ഞാൻ ഇങ്ങനത്തെ മനുഷ്യത്തെ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ഞാൻ എൻ്റെ തെറ്റാണെങ്കിൽ ക്ഷമിക്കാം. കാരണം എന്താ അറിയോ, ഇത്രയും കാലം ഉപ്പ എന്ന വ്യക്തിനെ നമുക്ക് അത്രയും ദേഷ്യമായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ അയാൾക്കൊരു ടിക്കറ്റ് എടുത്തു കൊടുക്കാൻ കാണിക്കുന്ന ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. എനിക്ക് മാത്രമാണോ തെറ്റെന്നുള്ളത് അറിയില്ല. കാരണം വെച്ചാൽ അടിമുടി ദുരൂഹതയാണ് ഈ സംഭവം. ഞാൻ ഏതായാലും ഈ ടോപ്പിക്ക് വിടാൻ പോകണം, അത് ഞാൻ പറഞ്ഞു. എൻ്റെ അവസാനത്തെ വീഡിയോ ആണ് ഈ ഒരു കേസിൽ എന്ന് വിചാരിക്കുന്നു. കാരണം എന്താണെന്നറിയോ, പാണ്ടിക്കാട് കുഞ്ഞാൻ സീൻ വിട്ടു. ഇത് വേറൊരു ട്രാക്കിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എത്ര പേര് കണ്ടു എന്നുള്ളത് അറിയില്ല. ഇപ്പോഴത്തെ ട്രാക്ക് എന്താണെന്നറിയോ, ഇതിൻ്റെ കൂട്ടത്തിൽ ഇവൻ്റെ വീഡിയോ മാത്രമല്ല ഷാഫിൻ്റെയും കൂടി ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഷാഫിക്കൊന്നും പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. ഞാൻ ആ വീഡിയോ കൂടി പ്ലേ ചെയ്യാം. ഇവിടെ ഷാഫിക്കൊന്നും പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. അവർ അത്രയും കഷ്ടപ്പാടിലാണ്. വെള്ളിയാഴ്ച പള്ളിക്ക് പോലും പോയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ യൂട്യൂബിൽ നിന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഓരോരുത്തരും ഇങ്ങനെ അയച്ചുതരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ വീഡിയോസ് ഇട്ടിരിക്കുന്നത്. ഇവർ രണ്ടുപേരും വീഡിയോസ് ഇട്ട സമയത്ത് ആ 2 വീഡിയോൻ്റെയും ടൈറ്റിൽ സീക്രട്ട് ഏജൻറ്റിനെയും പാണ്ടിക്കാട് കുഞ്ഞാനും ടാഗ് ചെയ്തിരിക്കുന്നു. എന്തിനാണ് സീക്രട്ട് ഏജൻറ്റിനെ ടാഗ് ചെയ്തിരിക്കുന്നത്? സീക്രട്ട് ഏജൻറ്റ് ഈ വിഷയം എടുത്തിട്ട് പുറത്തേക്ക് എത്തിക്കണം, അതിന് വേണ്ടി മാത്രമാണ് വീഡിയോ. എന്താണ്, അല്ലാണ്ട് എന്തിനാ ടാഗ് ചെയ്യേണ്ട ആവശ്യമുള്ളത്? അപ്പോൾ കാര്യങ്ങളൊക്കെ പുറം ലോകത്തിന് അറിയിച്ചതിന് ട്രാക്ക് മാറ്റിവിടാനുള്ള പരിപാടിയാണ്. എന്താ മാറ്റിവിടുന്ന ട്രാക്ക് എന്നറിയോ? കുഞ്ഞാൻ മെല്ലെ സീനിന്ന് വലിഞ്ഞു. ഇപ്പോൾ ഇവർ ഭയങ്കര സങ്കടകരമായിട്ട് ഇവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, അവർക്ക് കുടുംബത്തിന് ജീവിക്കാൻ പറ്റില്ല, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, കൂലിപ്പണി എടുത്തിട്ട് നിൽക്കാൻ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇവർ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കണ്ടീഷനിലായി. പാണ്ടിക്കാട് കുഞ്ഞാൻ ഈ ഒരു വിഷയത്തിൽ വീഡിയോ ഇടാതിരുന്നതിനെക്കുറിച്ച് സംസാരിക്കാതിരുന്നു കഴിഞ്ഞാൽ
ഈ കേസിൽ എന്ത് സംഭവിക്കും അറിയോ? സ്വാഭാവികമായിട്ടും മറ്റുള്ള വീഡിയോസ് ചെയ്യുന്നവർ ആരാണെന്ന്, കാരണം കുഞ്ഞാൻ പാണ്ടിക്കാടുള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് തോന്നുന്നു മറ്റുള്ള ടീമൊക്കെ വീഡിയോസ് ചെയ്തിരിക്കുന്നത്. കാരണം അവർ തമ്മിൽ പല പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ പണ്ട് മുതലുള്ള കേസുകളിലൊക്കെ ഈ ഫൈസൽ ചെറുവാടി അവരൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കാരണം കുഞ്ഞാൻ്റെ തട്ടിപ്പും പരിപാടിയും കാര്യങ്ങളൊക്കെ പൊളിച്ചടക്കിയിട്ടുണ്ട് ഇവർ. അപ്പോൾ കുഞ്ഞാൻ ഈ സീനിൽ നിന്ന് വലിയനോടുകൂടി എനിക്ക് തോന്നുന്നില്ല ബാക്കിയുള്ളവർ അത്ര ഏറ്റുപിടിക്കുന്നുണ്ട്. കാരണം കുഞ്ഞാൻ പാണ്ടിക്കാട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സംഗതിക്ക് യൂട്യൂബിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും മൈലേജ് കിട്ടുള്ളൂ. അപ്പോൾ കുഞ്ഞാൻ എല്ലാം വലിഞ്ഞു. ഇതാണ് എൻ്റെ ഒരു ഇത്. കാരണം വെച്ചാൽ ഉടനെ അങ്ങോട്ട് പോകും, വീഡിയോ എടുക്കും, ഞാനെങ്കിൽ എൻ്റെ കൂടെ പോരണമെങ്കിൽ അത് യൂട്യൂബർമാർക്ക് മുഴുവൻ പോരാം എന്ന് പറഞ്ഞിട്ടുള്ള പാണ്ടിക്കാട് കുഞ്ഞാനിപ്പോൾ കാണാനില്ല. കുഞ്ഞാൻ പോയി. ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് ഒന്ന് ടിക്കറ്റ് കിട്ടിയിട്ടുള്ള ഒന്നാം സമ്മാനം കേട്ടോ, ബാക്കിയുള്ള രണ്ടെണ്ണത്തിൻ്റെ കഥ എവിടെ അറിയില്ല. ഈ സാഫിയും ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ സാഫീൻ്റെ സുഹൃത്തായിട്ടുള്ള നാസിർ ഖാൻ്റെ മകൻ 41 മിനിറ്റാണ് ചങ്ങാതി സംസാരിച്ചത്. ഞാൻ ആ കംപ്ലീറ്റ് വീഡിയോ ഇടണില്ല, ഞാൻ ഇടേണ്ടത് വെച്ചാൽ ഒരുപാട് സമയം എടുക്കൊണ്ട. പക്ഷെ നിങ്ങൾ ആ വീഡിയോ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, പൊതുജനം പലവിധം എന്നുള്ള കണ്ടീഷനിലാണ്. കാരണം നിങ്ങൾ സംസാരിക്കുന്ന രീതിയിൽ എല്ലാവരും പെർസീവ് ചെയ്യണം എന്നുള്ളത് നടക്കില്ല. നമ്മൾ നമ്മുടേതായ പെർസെപ്ഷനിൽ എടുത്തൊരു സംഗതി ഇത്രയുള്ളൂ. 41 മിനിറ്റാണ് ഈ മനുഷ്യൻ സംസാരിച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണ് അയാൾ. പല സ്ഥലങ്ങളിലും സംസാരത്തിൽ പാളുന്നു എന്ന സമയത്ത് മാനിപ്പുലേറ്റ് ചെയ്ത സിറ്റുവേഷൻ കണ്ടു. ഫോർ എക്സാമ്പിൾ, വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരാൾ അൽഹംദുലില്ലാ ലോട്ടറി അടിച്ചു എന്ന് ഞാൻ വിളിച്ച് ഇത് വീടടിച്ചു നറുക്കടിച്ചു എന്ന് പറയുന്ന സമയത്ത് അവൻ ലോറി ഓടിക്കായിരുന്നു, ലോറി ഓടിക്കായിരുന്നില്ല, അവൻ വണ്ടി യാത്രയിലായിരുന്നു, ലോറി ഓടിക്കല്ല. അതായത് ലോറി ഓടിച്ചുകൊണ്ട് ഫോൺ ചെയ്തു എന്നുള്ള രീതിയിൽ വരുത്തി. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരുപാടുണ്ട്. മൂപ്പര് സംസാരിക്കുന്ന 41 മിനിറ്റിൻ്റെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും, അയാൾക്ക് സംസാരിക്കാൻ നല്ലോണം അറിയുന്ന ആളാണ്. അയാളിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു, ദാറ്റ്സ് വാട്ട് ഐ പേഴ്സണലി ഫീൽ, അയാൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിക്ടിം കാർഡാണ്. ഈ ഒരു സംഗതിനെ കംപ്ലീറ്റ് റൂട്ട് മാറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ടൊന്നും നിങ്ങൾക്ക് ഞാൻ ടിക്കറ്റ് എടുത്തിട്ടില്ല, ഒന്നുമില്ല. നമ്മൾ ഈ ഒരു ടോപ്പിക് ജസ്റ്റ് കോണ്ടന്റിന് വേണ്ടി സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്യുന്ന സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്നുള്ള കണ്ടീഷനിൽ മാത്രമാണ് ഇത് ചെയ്യുന്നത്. അത് ഞാൻ ഈ ഒരു കേസ് വിടാൻ പോവാണ്. കാരണം ഇത് ഡിസ്കസ് ചെയ്തിട്ട് ഒരു കാര്യം എവിടെ എത്താൻ പോകുന്നില്ല. ഇനി 1000 രൂപ ടിക്കറ്റ് എടുത്തിട്ട് ചാരിറ്റി എന്നുള്ള കണ്ടീഷനിലല്ലാതെ ഇതിലൊരു നേരും തറിയും വേണം. കാരണം വെച്ചാൽ ആ ഒരു നറുക്കെടുപ്പാണ് ഏറ്റവും വലിയ വിഷയം. അല്ലാണ്ട് ഇതിൽ വേറെ യാതൊരു ഇതുമില്ല. നറുക്കെടുപ്പിൽ സുതാര്യത ഇല്ല എന്നുള്ളത് നറുക്കെടുപ്പ് കാണുന്ന സമയത്ത് തോന്നുന്നുണ്ട്. രണ്ടാമത്തെ നറുക്കെടുപ്പ് നടത്താണ്ടിരിക്കുക, ഇതൊക്കെ ടിക്കറ്റ് എടുത്തവർ തീരുമാനിക്കുക, പൈസ പോയവർ തീരുമാനിക്കുക, അതിൽ താല്പര്യമുള്ളവർ തീരുമാനിക്കുക. നമുക്ക് അതിലൊന്നും ഇതില്ല. പക്ഷേ ഞാൻ ഈ ഒരു വിഷയം തുടങ്ങിയിട്ടതും സംസാരിച്ചതും കൊണ്ട് കാര്യം പറയുകയാണ്. വിക്ടിം കാർഡ് കളിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്ലാനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരതിൽ വിജയിക്കുകയും ചെയ്യും. കാരണം വെച്ചാൽ ഒരുവിധം എന്നെപ്പോലെ ചിന്തിക്കുന്നവരും പല ആൾക്കാരും ഇനി വീഡിയോ ചെയ്യാൻ മടിക്കും. കാരണം വെച്ചാൽ അയാളുടെ ആ 41 മിനിറ്റ് വീഡിയോയിൽ അവസാനമൊക്കെ എത്തിക്കഴിഞ്ഞാൽ അയാളുടെ വീട്ടിലുള്ള കഷ്ടപ്പാടും പ്രശ്നങ്ങളും കാര്യങ്ങളും അയാളുടെ വൈഫും മക്കളും കുട്ടികളൊക്കെ എല്ലാവരും അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടായിരിക്കും. അതൊക്കെ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആർക്കും വീഡിയോ ചെയ്യാൻ തോന്നില്ല. എനിക്കും ആ ഒരു സംഗതിയിൽ തോന്നുന്നില്ല. ഞാനിത് അത് ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെയാണ് നിർത്തുന്നത്. അൺടിൽ ആൻഡ് അൺലെസ് ഇനി പാണ്ടിക്കാട് കുഞ്ഞാൻ്റെയൊക്കെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വല്ല കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തേ പൊന്തി വരുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല പാണ്ടിക്കാട് കുഞ്ഞാൻ ഇതുകൊണ്ട് വരുന്നുള്ളത്. കാരണം വെച്ചാൽ സംസാരിക്കാതെ ഇരിക്കുന്നിടത്തോളം കാലം ഇതിൻ്റെ 2 കൈയും കൂട്ടിയടിച്ചാൽ മാത്രമേ ശബ്ദം ഉണ്ടാവുള്ളൂ. സംസാരിക്കാതെ ഇരിക്കുന്നിടത്തോളം കാലം ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുങ്ങിപ്പോവും. ഈ വിഷയം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഒരൊറ്റ വീഡിയോ, ചെറിയൊരു പോർഷൻ കൂടി കാണിക്കാം. ഈ ഷാഫി ടിക്കറ്റ് അടിച്ച ഷാഫീൻ്റെ വീഡിയോ കേട്ടോ. നറുക്കെടുത്തല്ല, നറുക്ക് കിട്ടിയത് കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് നിലവിലെ നാട്ടിൽ ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. ഇന്ന് വെള്ളിയാഴ്ചയാണ്, പള്ളിയിൽ പോയിട്ടും ആൾക്കാർ നമ്മളെ മുഖത്തേക്ക് നോക്കുക, പല രീതിയിലുള്ള ടോക്കുകൾ വരിക, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നിലവിൽ. കാരണം ഞാനിപ്പോൾ ഒരു ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ആളാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ യഥാർത്ഥ സത്യം എന്നുള്ളത് എന്തായാലും നിങ്ങൾ അറിയണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളതായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ഞങ്ങളതായ ഒരുപാട് ഓക്കെ ഇവർക്ക് ബുദ്ധിമുട്ടുകളും മാത്രമേ ഇവർ പറയുന്നുള്ളൂ. മിസ്റ്റർ ഷാഫി ഒരു കാര്യം പറയും, ഏതായാലും നിങ്ങൾക്ക് വെള്ളിയാഴ്ച പള്ളിയിൽ പോകാൻ പറ്റണില്ല, നിങ്ങൾക്ക് ഒരു പരിപാടിയും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, അത്രയും ദുരിതത്തിലാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ ഏതായാലും നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ, നിങ്ങൾ ഏതായാലും നാസിർ ഖാനോട് അവർ വീട്ടിൽ പോയി പറയുകയും ചെയ്തു ഞങ്ങൾക്ക് ഈ ഒരു വീട് വേണ്ട, രജിസ്ട്രേഷൻ വേണ്ട എന്നുള്ള കാര്യം പറഞ്ഞു. പരസ്യമായിട്ട് പ്രഖ്യാപിക്കും ഞാൻ ഈ വീടിൻ്റെ കാര്യങ്ങൾ തിരിച്ചു കൊടുക്കാൻ പോവാണ്, എനിക്ക് ഈ സംഗതി വേണ്ട, അല്ലെങ്കിൽ ഞാൻ ഈ വീടിന് വേണ്ടിയിട്ട് പുതിയൊരു നറുക്കെടുപ്പ് വെക്കാൻ പോകണമെങ്കിൽ വിറ്റ പൈസ ഞങ്ങൾ ഇങ്ങനെ പാവങ്ങൾക്ക് കൊടുക്കാൻ പോവാണ്, ചാരിറ്റി ചെയ്യാൻ പോകണം, വോട്ടെവർ എന്ത് സംഭവമാണെന്നുണ്ടെങ്കിലും അതാണ് ചെയ്യേണ്ടത്, അത് ചെയ്യൂ. അതാണ് അതിൻ്റെ ഒരു സംഗതി. ഏതായാലും ഇപ്പോൾ നിങ്ങൾക്ക് ചാനലും പറയാനുള്ള പ്ലാറ്റ്ഫോമായി നിങ്ങൾ ടാഗ് ചെയ്തിട്ടുള്ള സീക്രട്ട് ഏജൻറ്റോ അങ്ങനത്തെ സീക്രട്ട് ഏജൻറ്റ് ഇതിനോ വീഡിയോ ചെയ്തിട്ടില്ല കേട്ടോ, എൻ്റെ സംഗതിയല്ല. നിങ്ങൾ ടാഗ് ചെയ്തിട്ടുള്ള സീക്രട്ട് ഏജൻറ്റും ബാക്കിയുള്ളവരൊക്കെ ഇതിന് വീഡിയോ ചെയ്യാതിരിക്കില്ല, നമ്മളെല്ലാവരും ചെയ്യും. ആ ഒരു നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടിൽ നിങ്ങൾ ഈ ഒരൊറ്റ ആ ഒരു കൂപ്പൺ അടിച്ച കാര്യം കൊണ്ട് നിങ്ങൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ് നിങ്ങൾക്ക് വന്നതെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ നിങ്ങൾ ഇത്രയധികം ത്യാഗം സഹിച്ച ഒരു വീട് മുന്നോട്ട് കൊണ്ടുനടക്കണ്ട, ആ സമ്മാനം കൊണ്ട് മുന്നോട്ട് കൊണ്ടുനടക്കണ്ട, സാധനം തിരിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ആ പൈസ ഉണ്ടാക്കി വേറെ ആർക്കും കൊടുക്കും. കാരണം ഇത് ഇത്രയും ദിവസം ഇത് മുന്നോട്ട് കൊണ്ടുപോയ സംഭവം, അതായത് കൈയിട്ടെടുത്ത് മുതൽ മുന്നോട്ട് കൊണ്ടുപോയ സംഗതി മതി. ഞാൻ ഈ ടോപ്പിക്ക് തുടങ്ങിയ സമയത്ത് പാണ്ടിക്കാട് കുഞ്ഞാനെ സപ്പോർട്ട് ചെയ്ത ആളാണ്. പക്ഷെ പിന്നീട്
ഹൈദർ മധൂറിൻ്റെ വീഡിയോ അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നത് സോഷ്യൽ മീഡിയ പിന്നെയും ഓരോ കാര്യങ്ങളും ഓരോരുത്തർ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സും അനലൈസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാവുന്നത് ഇത് നേരെ ചൊവ്വേ നടന്നിട്ടുള്ള പരിപാടിയില്ല. ഇപ്പോഴും അതല്ല. ഇപ്പോൾ കംപ്ലീറ്റ് ട്രാക്ക് മാറ്റി, കുഞ്ഞാൻ വലിഞ്ഞു, വിക്ടിം ഇറക്കി, ബാക്കി കാര്യങ്ങളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. ഇതാണ് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ വന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഇനിയൊരു വീഡിയോ ചെയ്യുന്നതും കൂടി ജസ്റ്റ് പറഞ്ഞൊന്ന് അവസാനിപ്പിക്കണം എന്ന് വിചാരിച്ചു. നിങ്ങളുടെ അഭിപ്രായം, വീഡിയോസ് കാണുന്നവരുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യും. മെയിനായിട്ട് ഞാൻ ഇയാളുടെ വീഡിയോ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യത്തിലാണ് 25 വർഷത്തോളം സ്വന്തം മാനി ഒന്നും നോക്കാത്തൊരു ബാപ്പ, കളഞ്ഞിട്ട് പോയൊരു ബാപ്പ. ഞാനും കണ്ടിട്ടുണ്ട് അങ്ങനത്തെ കുറേ ആൾക്കാർ. അവർക്കൊന്നും ഉപ്പ എന്ന് പറഞ്ഞ വ്യക്തിനെ അത്രയധികം വെറുപ്പാണ്. അങ്ങനെ വെറുപ്പ് തോന്നുന്ന ഒരു വ്യക്തി. അയാൾ പറയണ്ടല്ലോ ഞാൻ ഒരിക്കലും എൻ്റെ ഉപ്പയായിട്ട് അംഗീകരിച്ചിട്ടില്ല, എൻ്റെ സിനിമകളിലോടുന്ന് എന്നൊക്കെ പറഞ്ഞ വലിയ കാവ്യാത്മകമായിട്ടൊക്കെ ഇയാൾ ഇതിന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്നൊരു വ്യക്തി ഒരു പരസ്യം കാണുമ്പോൾ ഉപ്പ വീട് വിൽക്കാൻ ബുദ്ധിമുട്ട് കാണുക പറയുമ്പോൾ അയാളെ സഹായിക്കാൻ വേണ്ടി മാത്രം ഒരു 1000 രൂപയ്ക്ക് ടിക്കറ്റ് എടുക്കാറുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അത്ര ദഹിക്കാൻ ഇതൊന്നും ആരും വിശ്വസിക്കില്ല. ബൈ, നിങ്ങളിതിങ്ങനെ 41 മിനിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10,000 വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നിങ്ങൾ എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കതാണ് ആ വീഡിയോ കണ്ടപ്പോൾ തോന്നിയത്. ശരിയാണ്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഓരോരോ കേസ് എടുത്ത് വീഡിയോ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഞാൻ ഏതായാലും ഇൻഡിവിജ്വലായിട്ട് നോക്കുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ അത്യാവശ്യം ട്രെൻഡിങ്ങിലാണ്. അയാളുടെ വീഡിയോ 41 മിനിറ്റ് കണ്ടുകൊണ്ടു. മൂപ്പര് പറയുന്ന പല കാര്യങ്ങളിലും മെയിനായിട്ടുള്ള സംഭവം ഉപ്പാൻ്റെ കേസ്. അയാൾ പറഞ്ഞ് സമർത്ഥിക്കുന്നത് ഉപ്പാനായിട്ട് കണക്ഷൻ ഇല്ല എന്നുള്ളതാണ്. പിന്നെ അതിനിടയ്ക്ക് വേറെയും സംഗതി പറയുന്നുണ്ട്. 13,000, അതായത് ഹൈദർ മധൂറിൻ്റെ വീഡിയോയിൽ ഹൈദർ ചോദിച്ചൊരു കാര്യമുണ്ട്. അതായത് ഈ 13,000 രൂപ നീ ടിക്കറ്റിൻ്റെ പൈസ ഗൂഗിൾ പേ ആയിട്ടല്ലേ കൊടുത്തത്, ഗൂഗിൾ പേ കൊടുത്തതിന് തെളിവുണ്ടായിരിക്കില്ലേ എന്ന് ചോദിച്ചു. ടിക്കറ്റ് ക്ലിയർ ചാറ്റ് അടിച്ചു, പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു ഗൂഗിൾ പേ കൊടുത്തതിന് തെളിവുണ്ടായിരിക്കില്ലേ എന്ന് ആ ചോദ്യം ചോദിച്ചതിനുള്ള മറുപടിയാണ് ഇയാൾ ഈ വീഡിയോയിൽ പറയണത് വെച്ചാൽ ലോഡ് ഇറക്കിയിട്ട് വരുന്ന പൈസ കയ്യിൽ കിട്ടിയപ്പോൾ തിരിച്ചു വരുമ്പോൾ ആ കാശ് കൊടുത്തിട്ട് പോകുന്നു. അപ്പോൾ പിന്നെ തെളിവോടെ ഇല്ലല്ലോ അല്ലേ, അത്രയും ടിക്കറ്റ് എടുത്തു എന്നുള്ളതിനൊക്കെ. പോട്ടെ, ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഡിസ്കഷൻ നടക്കുന്നവർക്ക് മനസ്സിലാവാൻ വേണ്ടി, ഈ ഇഷ്യൂ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാൻ വേണ്ടി, ജസ്റ്റ് അറിയുന്നവർക്ക് വേണ്ടി പറഞ്ഞു എന്നല്ലോ കേട്ടോ. എന്തായാലും ഇത്രത്തിനുള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. കാരണം ഇതിങ്ങനെ ഒരു കഥയാണ്, പറഞ്ഞിട്ടൊരു കാര്യമില്ല. നമ്മുടെ നാട്ടിൽ ചാരിറ്റികളുടെ കാലമാണ്, നെറുക്കെടുപ്പിൻ്റെ കാലമാണ്. ഇപ്പോൾ അപ്പുറത്ത് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ബെഡ്ഷീറ്റിൻ്റെ കഥ. അതിങ്ങനെ ഓരോന്നോരോന്ന് വരികയാണ്. പറ്റിക്കപ്പെടാൻ ആൾക്കാർ റെഡി ആയിരിക്കുന്നിടത്തോളം കാലം ഇങ്ങനത്തെ ആൾക്കാർ മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കും. ഇവരെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ വിമർശിക്കില്ല. നമ്മൾ കണ്ട കാര്യങ്ങൾ നമുക്ക് സംശയം തോന്നുന്ന, അല്ലെങ്കിൽ പൊതുജനത്തിന് സംശയം തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് റീച്ചിന് വേണ്ടി സംസാരിക്കുക എന്നുള്ള രീതിയിലാക്കുകയും ചെയ്യും. ഏതായാലും സംസാരിക്കല്ലേ. എന്നാൽ ഒരു കാര്യം കൂടിയാണ് പറയട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ഇത് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം ഇത് എൻ്റെ വക നമുക്ക് വേണ്ടിയുള്ള ഒരു ചാരിറ്റി. നമുക്ക് തന്നെയുള്ളൂ. അല്ലാണ്ട് കാശ് വാങ്ങിയിട്ടുള്ള പ്രൊമോഷൻ പരിപാടികളും ഇല്ല, ചാരിറ്റി ഇല്ല, നറുക്കെടുപ്പില്ല, യാതൊരു വസ്തുവില്ല. ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് അഭിപ്രായം പറയും. അത് അതിൻ്റെതായ ലെവലിൽ വിട്ടേ. ഇത് നിങ്ങൾക്ക് നോക്കിക്കൊണ്ട് അതിൻ്റെ കമൻറ്റ് ബോക്സ് കംപ്ലീറ്റ് തന്നെയാണ്. കമൻറ്റ് ബോക്സ് ഇത്രയും ചോദിക്കുന്നത് 25 വർഷം മുന്നേ വിട്ടിട്ട് പോയിട്ടുള്ള ഉമ്മ ആ സഹായിക്കുക. അയാൾ ഇങ്ങനെ വന്ന സമയത്ത് അയാൾക്ക് വേണ്ടി ടിക്കറ്റ് മാത്രമല്ല എടുക്കുക. ഇയാളുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അയാൾ എന്തൊക്കെ അറിയോ, അത്രയും ബുദ്ധിമുട്ടില്ല, നിത്യവൃത്തിക്ക് വേണ്ടി ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ആളാണ്. വണ്ടീൻ്റെ അടവടക്കാൻ വെച്ചിട്ടുള്ള കാശും കൂടി എടുത്തിട്ടാണ് മൂപ്പര് ഈ നാസിർക്കാരനെ മനുഷ്യനെ സഹായിച്ചിട്ടുള്ളത്. വണ്ടിക്ക് അടവടക്കാൻ വെച്ച പൈസ മാറ്റി വെച്ചിട്ട് അടവടക്കാണ്ട് ഇങ്ങനെയൊക്കെ ആരെയും ചെയ്യൂ? എനിക്കറിയില്ല, ഞാൻ ചെയ്യില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു കഥ പറഞ്ഞതല്ലേ. എന്നെപ്പോലെ ചിന്തിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ അഭിപ്രായം കമൻറ്റ് ചെയ്യുന്നുണ്ടോ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.